പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തിട്ടും പലപ്പോഴും പ്രഗ്നന്റ് ആകാൻ വൈകുന്നെന്ന് പല കപ്പിൾസും പറയാറുണ്ട്. പലപ്പോഴും മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതിന്റെ കാരണം വളരെ സിമ്പിൾ ആണ്. കറക്റ്റ് ആയിട്ടുള്ള ഓവുലേഷൻ ഡേ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാത്തതാണ് ഈ ഒരു മിസ്റ്റേക്കിന് കാരണം. എന്താണ് ഓവുലേഷൻ ഡേ, എങ്ങനെയാണ് ഓവുലേഷൻ ഡേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓവുലേഷൻ കിറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഓവുലേഷൻ ഡേ കറക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത് നമുക്ക് പീരിയഡ്സ് ആയതിനു ശേഷം ഓരോ സ്ത്രീകൾക്കും യൂട്രസിലെ ഓവറീസിൽ നിന്ന് ഓരോ എഗ്ഗ് ഓരോ മാസം റിലീസ് ആവാറുണ്ട്. എഗ്ഗ് അഥവാ ഓവം. ഓവറിയിൽ നിന്ന് എഗ്ഗ് അഥവാ ഓവം റിലീസ് ആവുന്ന ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഒരു മാസത്തിൽ ഒരു തവണ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആ ഒരു ദിവസത്തെയാണ് നമ്മൾ ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത്. 28 ഡേയ്സ് സൈക്കിളുള്ള ഒരാളുടെ ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത് പീരിയഡ്സ് ആയി കഴിഞ്ഞതിന് ശേഷമുള്ള 14ാമത്തെ ദിവസമാണ്. ചിലർക്ക് ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാറുണ്ട്. 28 ഡേയ്സ് സൈക്കിൾ അല്ലാത്ത ആൾക്കാർക്ക് ലൈക്ക് 32 ഡേയ്സ് ആയാലും 34 ഡേയ്സ് സൈക്കിളുള്ള ആൾക്കാർക്കൊക്കെ ഓവുലേഷൻ ഡേയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാറുണ്ട്. പിന്നെ ഇറഗുലർ പീരിയഡ്സ് ഉള്ളവരിലും ഓവുലേഷൻ ഡേയിൽ പല വ്യത്യാസങ്ങളും കാണിക്കാറുണ്ട്. ഓവുലേഷൻ ടൈമിൽ നമുക്ക് ബോഡി പല സിംറ്റംസും കാണിച്ചു തരാറുണ്ട്. മൈൽഡ് ആയിട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടും. ഒരു സ്ലിപ്പറി ആയിട്ടുള്ള വാട്ടറി ഡിസ്ചാർജ് ഓവുലേഷൻ ടൈമിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള അടിവയറ് വേദന ഈ ഒരു ഓവുലേഷൻ ടൈമിൽ വരാറുണ്ട്. ഫീമെയിൽസിന് ഈ ഒരു സമയത്ത് കുറച്ച് സെക്സ്വൽ ഡിസയർ കൂടുതലായിരിക്കും. ഈ ഒരു സിംറ്റംസ് വെച്ചിട്ടും നിങ്ങൾക്ക് ഓവുലേഷൻ ഡേ കണ്ടെത്താവുന്നതാണ്. അത് ആ ഒരു സമയത്ത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുമ്പോഴും പ്രഗ്നന്റ് ആവാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. പ്രഗ്നന്റ് ആവാൻ ഓവുലേഷൻ ഡേ മാത്രം ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തത് കൊണ്ടാവില്ല. ഫെർട്ടൈൽ വിൻഡോ എന്ന് പറയുന്ന ഒന്നുണ്ട്. ഫീമെയിൽസിന് യൂട്രസിനുള്ളിൽ എത്തുന്ന സ്പേം 3 മുതൽ 5 ദിവസം വരെ അലൈവായിട്ട് നിൽക്കാറുണ്ട്. ഫെർട്ടൈൽ വിൻഡോ നോക്കി ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന ഒരാൾക്ക് പ്രഗ്നൻസി ചാൻസസ് വളരെ കൂടുതലാണ്. അത് ഓവുലേഷന്റെ 3 അല്ലെങ്കിൽ 4-5 ദിവസം മുന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ നോർമൽ സൈക്കിളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ 28 ഡേയ്സ് സൈക്കിളുള്ള ഒരാളുടെ ഫെർട്ടൈൽ വിൻഡോ പീരിയഡ്സ് ആയിട്ട് 10ാമത്തെ ദിവസം മുതൽ 15ാമത്തെ ദിവസം വരെയാണ്. സോ ആ ഒരു സമയം മുതൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ സ്പേം യൂട്രസിന്റെ ഉള്ളിൽ വരികയും ഓവുലേഷൻ നടക്കുമ്പോൾ 3-4-5 ദിവസത്തിനുള്ളിൽ ഓവുലേഷൻ നടക്കുകയാണെങ്കിൽ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓവുലേഷൻ ടൈം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. 28 ഡേയ്സ് സൈക്കിളുള്ള ഒരാളുടെ ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത് പീരിയഡ്സ് ആയിട്ട് 14ാമത്തെ ദിവസമാണ്, അല്ലെങ്കിൽ പീരിയഡ്സ് ആവുന്നതിന് 14ാമത്തെ ദിവസം മുന്നെയാണ്. ഇപ്പൊ പീരിയഡ്സ് ആയിട്ട് ഇപ്പൊ 1-ാം തീയതി പീരിയഡ്സ് ആയ ആളുടെ ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത് 14 സെയിം ആ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പീരിയഡ് ഡേയുടെ 14ാമത്തെ ദിവസം പുറകിലോട്ടാണ് ഓവുലേഷൻ ഡേ ആകുന്നത്. കറക്റ്റ് 28 ഡേയ്സ് സൈക്കിൾ ഉള്ളവരുടെയാണ് അങ്ങനെ. ഓവം റിലീസ് ആയതിനു ശേഷം ഒരു 24 to 36 hours അത് അലൈവ് ആയിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് യൂട്രസിന്റെ ഉള്ളിൽ സ്പേം എത്തുമ്പോഴാണ് പ്രഗ്നന്റ് ആവുന്നത്. സൈക്കിൾ റെഗുലർ അല്ലാത്ത ഒരാളാണെങ്കിൽ 32 ഡേയ്സ് സൈക്കിൾ ഉള്ള ഒരാളാണെങ്കിൽ ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 16th ഡേ ഓഫ് പീരിയഡ് ആണ്. ഇപ്പൊ 34 ഡേയ്സ് സൈക്കിൾ ഉള്ള ഒരാളുടെ ഓവുലേഷൻ ഡേ എന്ന് പറയുന്നത് 18th ഡേ ഓഫ് പീരിയഡ് ആണ്. സോ ആ ഒരു ഡേ അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതൊന്നും അറിയില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നെക്സ്റ്റ് പീരിയഡ് ഡേയുടെ 14 ദിവസം പുറകിലാണെന്ന് ജസ്റ്റ് നോക്കിയാൽ മാത്രം മതിയാവും. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓവുലേഷൻ ഡേ. അതിനൊരു 3-4-5 ദിവസം മുന്നേ ഫിസിക്കൽ കോണ്ടാക്ട് വെക്കുവാൻ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോഴാണ് പ്രഗ്നൻസി ചാൻസസ് വളരെ ഹൈ ആവുന്നത്. ഇതൊന്നും അറിയാത്ത ആൾക്കാർക്ക് ഓവുലേഷൻ കിറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഓവുലേഷൻ കിറ്റ് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. യൂറിൻ ടെസ്റ്റ് ആണ് ഇത്. യൂറിൻ എടുത്തിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓവുലേഷൻ കിറ്റ് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ എപ്പോഴും ഒരേ സമയത്ത് യൂറിൻ എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലത്തെ ഫസ്റ്റ് യൂറിൻ എടുത്താലും മതിയാകും. സോ ആ യൂറിൻ എടുത്ത് ഓവുലേഷൻ കിറ്റിലേക്ക് നമ്മൾ ഡ്രോപ്പ് ആയിട്ട് ഇറ്റിച്ച് കഴിയുമ്പോൾ അവിടെ 2 ലൈൻ വരുവാണെങ്കിൽ അത് പോസിറ്റീവ് എന്നാണ്. ഈ ഓവുലേഷന് തൊട്ട് മുന്നേ നമ്മുടെ LH ഹോർമോൺസ് വളരെ ഹൈ ആയിട്ട് വരും. സോ ആ LH ഹോർമോൺസ് കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ട് കാണിക്കുകയും നമുക്ക് ഓവുലേഷൻ അതിന് 24 hours അല്ലെങ്കിൽ 36 ഹവേഴ്സിനുള്ളിൽ ഓവുലേഷൻ ആകുമെന്നാണ് ഇതിന്റെ അർത്ഥം. സോ ആ ഒരു ഡേയും പോസിറ്റീവ് ആയ ഒരു ദിവസവും അതിന്റെ നെക്സ്റ്റ് ഡേയും കമ്പൽസറി നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ്.
സോ അപ്പോൾ പ്രഗ്നൻസി ചാൻസസ് വളരെയധികം കൂടുതലാണ്. നോർമൽ സൈക്കിൾ ഉള്ളവർ പീരിയഡ്സ് ആയിട്ട് 10ാമത്തെ ദിവസം മുതൽ ഓവുലേഷൻ കിറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. കുറച്ച് ഡിലേ ഉള്ള സൈക്കിളൊക്കെ ഉള്ളവരാണെങ്കിൽ 11th അല്ലെങ്കിൽ 12th ഡേന്ന് ഓവുലേഷൻ കിറ്റ് യൂസ് ചെയ്താൽ മതിയാകും. പല കപ്പിൾസും ഈ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ചെയ്യുന്ന മിസ്റ്റേക്സുകളാണ്. ഒന്ന്, ഓവുലേഷൻ ഡേ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാത്തവര്, ഓവുലേഷന്റെ സിംറ്റംസ് നെഗ്ലക്ട് ചെയ്യുന്നത്, ഇതൊന്നും അറിയില്ലെങ്കിൽ പോലും ഓവുലേഷൻ കിറ്റ് യൂസ് ചെയ്യാണ്ടിരിക്കുന്നത്, പിന്നെ ഇറഗുലർ പീരിയഡ്സ് ഉണ്ടെങ്കിൽ അത് നെഗ്ലക്ട് ചെയ്യുന്നത്. ചില കപ്പിൾസ് ചിലപ്പോൾ മാരേജ് കഴിഞ്ഞ് വിത്തിൻ 1 month പ്രഗ്നന്റ് ആയിട്ടില്ല എന്നൊക്കെ വന്ന് പറയുന്നവരുണ്ട്. പക്ഷെ മാരേജ് കഴിഞ്ഞ് നമ്മളൊരു 1 year ആയിട്ടും ഈ ഓവുലേഷൻ ഡേ ഒക്കെ നോക്കി അല്ലെങ്കിൽ ഓവുലേഷൻ കിറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് 1 year കഴിഞ്ഞിട്ടും പ്രഗ്നന്റ് ആയിട്ടില്ലെങ്കിൽ മാത്രം നമ്മൾ ഡോക്ടറെ കാണിച്ചാൽ മതിയാകും. പീരിയഡ്സ് ഒക്കെ ഇറഗുലർ ആണ്, വളരെ സിവിയർ ആയിട്ടുള്ള പീരിയഡ്സ് പെയിൻ ഉണ്ട്, അമിതമായിട്ടുള്ള വെയിറ്റ് ഗെയിൻ ഉണ്ട്, അല്ലെങ്കിൽ പീരിയഡ്സിന്റെ ഇറഗുലാരിറ്റീസ് കാണിക്കുന്നു, ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്, അമിതമായിട്ടുള്ള ക്ഷീണവും അങ്ങനെയൊക്കെയുള്ള ഹോർമോൺ ചേഞ്ചസിന്റെ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നവരാണെങ്കിൽ അതിന് മുന്നേ തന്നെ സിംറ്റംസ് തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടോ, PCOD ഉണ്ടോ, മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ഡോക്ടർ നോക്കിയിട്ട് പറയുന്നതാണ്. സോ ഈ ഒരു ഓവുലേഷൻ ഡേ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർക്കും ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ ഒരു ചെറിയൊരു ഹെൽപ്പ് ടിപ്പ് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.